കൃഷ്ണൻ രാധയിലെ 8 ഗാനങ്ങളും. അതേസമയം സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ തന്നെയും ഒരു ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള വിമർശനങ്ങളും എന്റെ ഗാനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഞാനല്ല ഫസ്റ്റ് യൂട്യൂബിൽ കൊടുത്തിരുന്നത്. അത് എന്റെ ഒരു ഫ്രണ്ടാണ് കൊടുത്തത്. എന്റെ നമ്പറും വെച്ചിരുന്നു. അപ്പൊ തുടർച്ചയായിട്ടുള്ള ഫോൺ കോളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ ഒരു ഭാഗത്തു നിന്നുള്ള എന്റെ ഒരു ഗാനത്തിലുള്ള ഒരു വിമർശനം ഇതായിരുന്നു, കുറച്ച് ചെറിയൊരു കുട്ടിയെ വെച്ചിട്ടാണ് അഭിനയിച്ചിരിക്കുന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറയണ്ടായി, ഇതൊരു സിനിമയിലെ ഗാനമാണ്, സിനിമയിൽ ഏത് സിറ്റുവേഷനിൽ വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഒരു സിനിമയിലെ ഗാനം വരിക. ഈ ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പ്രേമമാണ് നമ്മൾ അവിടെ കാണിക്കാൻ ശ്രമിച്ചിരുന്നത്. കുറച്ച് പ്രായമുള്ള ഒരാളെ അവൾ പ്രേമിക്കുന്നു, അവളെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോ നമ്മള് ആ 14 വയസ്സുള്ള ഒരു കുട്ടിയായി തോന്നുന്ന രീതിയിൽ ഒരു കുട്ടിയെ വെച്ചിട്ടാണ് ആളുകൾക്ക് മനസ്സിലായില്ല. ഞാൻ ഓപ്രിയ എന്ന് കഴിഞ്ഞപ്പോ ആളുകൾ വിചാരിച്ചിട്ടുണ്ടോ എനിക്കെന്തോ വായ തോന്നി കുറെ വേർഡ്സ് എഴുതി എന്നാണ് കരുതിയത്. യഥാർത്ഥത്തിൽ ഈ നായകനായിട്ട് ഒരു ജോണും ആ പെൺകുട്ടിയുടെ പേര് പ്രിയയാണ്. അപ്പൊ ആ പെൺകുട്ടി ഈ പാട്ട് അയാള് ആൽബത്തിൽ സോങ് എഴുതുന്ന ആളാണ് നായകൻ. അപ്പൊ നായകൻ ഈ ഓപ്രിയ എന്ന് എഴുതിയപ്പോൾ ആ പാട്ട് തന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന കുട്ടി ഈ നായകനെ പ്രേമിക്കുന്നതാണ് ഒരു കഥ.